എക്സിറ്റ് പോൾ ഫലങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. UDF ആണോ LDF ആണോ കേരളത്തിൽ ഭരണം പിടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം പുറത്തുവിടാൻ പോകുന്നത്. അതിനു മുൻപ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം? നമുക്കറിയാം കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം ധാരാളമായി ഉണ്ട്. പക്ഷേ LDF-ലാകട്ടെ ഒരേ ഒരു പേരിലാണ്, ഒരേ ഒരു ആളാണ് LDF-നെ നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം ഉണ്ടായിരുന്നത്. മറ്റു പേരുകളും പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകരോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആ എക്സിറ്റ് പോൾ ഫലത്തിലേക്ക് അല്ലെ വളരെ കൃത്യമായി തന്നെ ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്ത വ്യക്തി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയായി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്ത വ്യക്തി, ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ച വ്യക്തി പിണറായി വിജയനാണ്. പിണറായി വിജയൻ ലഭിച്ച വോട്ട് പെർസെന്റേജ് 31. മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഇത് വോട്ടർമാരോട് നേരിട്ട് ചോദിച്ച കാര്യമാണ്. എക്സിറ്റ് പോൾ പ്രകാരം എക്സിറ്റ് പോൾ ദിവസം തന്നെ വോട്ടെടുപ്പ് നടന്ന ദിവസം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതാണ് 31.8. ഓർക്കേണ്ട കാര്യം, നേരത്തെ വോട്ട് വൈബ് നടത്തിയ 3 സർവേകളിലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യമായിരുന്നു കൂടുതൽ വോട്ടർമാരും പറഞ്ഞിരുന്നത്. എക്സിറ്റ് പോളിലും അത് തന്നെ പ്രകടമായിരിക്കുകയാണ്. ഒന്നാമത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തി എക്സിറ്റ് പോളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 31.8% വോട്ടുകളാണ് പിണറായി വിജയന് ഈ എക്സിറ്റ് പോൾ ഫലത്തിന്റെ ഭാഗമായി സർവേയിൽ കണ്ട അതേ കാര്യം തന്നെയാണ് എക്സിറ്റ് പോളിലും പ്രകടമായിരിക്കുന്നത്. VD സതീശൻ 27.9%. VD സതീശൻ 27.9%. സർവേയിലും ഇതേപോലെ തന്നെയായിരുന്നു, വോട്ടെടുപ്പിന് മുൻപുള്ള സർവേകളിലും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം VD സതീശനും പിണറായി വിജയനും തമ്മിൽ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണം, CM പ്രിഫറൻസ് എന്നുള്ള കാര്യമാണ് അവിടെ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യമാണ് കൂടുതൽ വോട്ടർമാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ചെറിയ വ്യത്യാസമേ ഉള്ളായിരുന്നല്ലേ? 1% അല്പം കൂടിയിട്ടുണ്ട്, 3% വ്യത്യാസം ഇപ്പോൾ പ്രേക്ഷകർ പിണറായി വിജയന് നൽകുന്നു എന്നുള്ളതാണ്. VD സതീശനുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ്ട് 3% അടുത്തുള്ള വ്യത്യാസം പിണറായി വിജയനുണ്ട്. 31.8%. രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പേരിന് 9.7%. മൂന്നാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ 9.7% എന്നുള്ളതാണ്. NDA അനുകൂലിക്കുന്നവരുടെ നിലയാണിത് അല്ലേ? രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത് പിണറായി വിജയൻ, രണ്ടാമത് VD സതീശൻ, മൂന്നാമത് രാജീവ് ചന്ദ്രശേഖർ. നാലാമത് വരുമ്പോ ശശി തരൂരിനാണ് പ്രേക്ഷകർ വോട്ടർമാർ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത്. 5.8% ശശി തരൂരിന് ലഭിച്ച ഒരു പിന്തുണ എന്ന് പറയുന്നത്. അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കോൺഗ്രസിൽ രണ്ടാമതായി പ്രേക്ഷകർ വോട്ടർമാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് തരൂരിനെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. 5.8% വോട്ടാണ് തരൂരിന് ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് തർക്കം നിലനിൽക്കുന്ന കേരളത്തിൽ കോൺഗ്രസിനിടയിൽ തർക്കം നിലനിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തല 4.8% എന്നുള്ളതാണ്. ശശി തരൂർ 5.8, രമേശ് ചെന്നിത്തല 4.8, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ 3% എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ എന്തായാലും ഒരു UDF മുഖ്യമന്ത്രി വരണം എന്നുള്ള കാര്യത്തിന് പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് ശൈലജ നമ്മൾ ഇടയ്ക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി തന്നെ 9.4%. ശൈലജയ്ക്ക് 9.4% പിന്തുണയാണ് നാലാമതാണ് വന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞാൽ പിന്തുണയുള്ളത് KK ശൈലജ 9.4%. അപ്പോൾ പിണറായി വിജയനും KK ശൈലജയും കൂട്ടിക്കഴിഞ്ഞാൽ 40%-ന് മുകളിൽ 41% ആയിട്ടുണ്ട്. അങ്ങനെ ഒരു LDF മുഖ്യമന്ത്രി വരണം എന്ന് അഭിപ്രായപ്പെടുന്നത് ഇവർ രണ്ടുപേരും കൂട്ടുമ്പോൾ 41% എന്നുള്ളതാണ്. അത്രയും പിന്തുണ UDF മുഖ്യമന്ത്രിക്ക് വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ MA ബേബിയുടെ പേര് 1.8 കൂടിയുണ്ട്. അതുകൂടി കൂട്ടി നോക്കുമ്പോൾ 43% LDF മുഖ്യമന്ത്രി വരണം എന്നുള്ളതാണ്. അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് 4.8%, ശശി തരൂരിന് 5.8%, KC വേണുഗോപാലിന് 3%. അതായത് നോക്കുമ്പോൾ 40%-ലേക്ക് എത്തിയിട്ടില്ല ഒരു UDF മുഖ്യമന്ത്രിക്ക് അല്ലെ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം വോട്ടർമാർ പിന്തുണച്ചത് പിണറായി വിജയനെയാണ്, 30.8%. രണ്ടാം സ്ഥാനത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് 27.9%-മായി രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ 9.7%. നാലാം സ്ഥാനത്ത് KK ശൈലജ, മുൻ ആരോഗ്യമന്ത്രിയാണ്, CPM-ന്റെ നേതാവ്,
നേതാവ് 9.4%, നാലാം സ്ഥാനത്തുണ്ട്. അഞ്ചാമത് മാത്രമാണ് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ്. ക്ഷമിക്കണം, അഞ്ചാമത് ശശി തരൂരാണ്, 5.8%. ആറാം സ്ഥാനത്താണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം. ആറാമതാണ്. 4.8% ആളുകളാണ്, വോട്ടർമാരാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചത്. ഇനി ഈ കാര്യം വോട്ട് ഷെയറിലും അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണത്തിലും എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള കാര്യമാണ്. ഇത് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ വോട്ടർമാർ അഭിപ്രായപ്പെട്ടതാണ്. അതിൽ പിണറായി വിജയന് ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട്, VD സതീശൻ രണ്ടാമത് എത്തിയിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖർ മൂന്നാമത്, KK ശൈലജ നാലാമത്. ഇങ്ങനെയൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വോട്ട് ഷെയറിലേക്കും LDFനും UDFനും NDAക്കും കിട്ടുന്ന വോട്ട് ശതമാനത്തിലേക്കും അതുപോലെ തന്നെ സീറ്റിലേക്കും കൺവേർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇതേ അഭിപ്രായം തന്നെയാണോ, അല്ലെങ്കിൽ ഇതേ രീതിയിലാണോ വോട്ട് ചെയ്തിരിക്കുന്നത് LDFനും UDFനും NDAക്കും എന്നുള്ള കാര്യം കൂടി വരുന്നു. അല്പസമയത്തിനുള്ളിൽ ആ വിവരവും പുറത്തുവിടുകയാണ്. വോട്ട് ഷെയർ ഓരോ മുന്നണിക്കും എങ്ങനെയായിരിക്കും? LDFന് എത്രയായിരിക്കും വോട്ട് ഷെയർ, UDFന് എത്രയായിരിക്കും വോട്ട് ഷെയർ, NDAക്ക് എത്രയായിരിക്കും വോട്ട് ഷെയർ, അതെങ്ങനെയായിരിക്കും സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? അതായത് മുഖ്യമന്ത്രിക്ക്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ലഭിച്ച പിന്തുണ അതേപോലെ തന്നെ LDFന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. അത് നമ്മുടെ സർവേ ഫലങ്ങളിൽ വ്യത്യസ്തമായിരുന്നു, അത് വളരെ കൃത്യമായിരുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നു. അദ്ദേഹം കേരളത്തിൽ നമ്പർ 1 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വോട്ടർമാർ പ്രിഫർ ചെയ്യുന്ന ആളായി മാറും. സീറ്റ് ഷെയർ പുറത്തുവിടുകയാണ്. ഓരോ മുന്നണിക്കും കിട്ടുന്ന സീറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ വോട്ട് ഷെയർ അല്ല, സീറ്റ് ഷെയർ എന്നുള്ളതാണ്. അതായത് എത്ര സീറ്റുകൾ LDFന്? 58, 68, 58 മുതൽ 68 സീറ്റ് വരെയാണ് വോട്ട് വൈബ് നടത്തിയ എക്സിറ്റ് പോളിൽ കേരളത്തിൽ LDFന് കിട്ടാൻ പോകുന്നത്. 58 മുതൽ 68 സീറ്റ് വരെ. UDFനാകട്ടെ 70 മുതൽ 80 സീറ്റ് വരെ. അതായത് സർവേയിൽ പ്രതിഫലിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളാണ് UDFന്. 70 മുതൽ 80 സീറ്റുകൾ വരെ. NDAക്ക് 0 മുതൽ 4 സീറ്റ് വരെ. അതായത് കേരളം നമ്മുടെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് UDF ഭരിക്കും. 70 മുതൽ 80 സീറ്റുകൾ വരെ നേടി കേരളം UDF ഭരിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. നേരത്തെ സർവേ ഫലങ്ങളിലൊക്കെ നേരിയ എഡ്ജ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്ന് കടന്നുകയറി 80 സീറ്റുകളിലേക്ക് പോലും ഒരുപക്ഷെ UDF എത്തിയേക്കാം എന്നുള്ള കൃത്യമായ തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ നൽകുന്നത്. കാര്യം LDFന്റെ സീറ്റ് 58 കുറയാം, പക്ഷേ പരമാവധി 68 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. UDFന്റെ 70 സീറ്റ് ആയിട്ട് കുറയാം, പക്ഷേ 80 സീറ്റുകൾ വരെ കിട്ടാം. അതായത് കേവല ഭൂരിപക്ഷത്തിന് ചിലപ്പോൾ ഒരു സീറ്റിന്റെ കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. 80 സീറ്റ് വരെ UDFന് കിട്ടാനും സാധ്യതയുണ്ട്. BJPക്ക് ആകട്ടെ 0 മുതൽ 4 സീറ്റ് കിട്ടാതെ ഇരിക്കാം, അല്ലെങ്കിൽ 4 സീറ്റ് വരെ കിട്ടാം. അതാണ് കൃത്യമായി ഈ സർവേ ഫലം, ഈ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നത്. അതായത് സിംഗിൾ ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് LDFന് 63 സീറ്റ് എന്ന് പറയാമല്ലോ, UDFന് 75 സീറ്റ്. അതായത് 63 സീറ്റുകൾ LDFന്, 75 സീറ്റുകൾ UDFന്, NDAക്ക് 2 സീറ്റുകൾ. NDAക്ക് 2, LDFന് 63, UDFന് 75 എന്ന നിലയിൽ UDF കേരളം ഭരിക്കും എന്ന് വേണം ഈ എക്സിറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.